ഇന്ന് 2024 ഡിസംബർ മാസം 31 സമയം 4:15. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞു പോയ 12 മാസം എന്നെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയായിരുന്നു എന്ന് ഒരു ചുരുക്കത്തിലൊരു പറയാൻ വേണ്ടിയാണ്. അതോടൊപ്പം ഉണ്ടായ നഷ്ടങ്ങളും ലാഭങ്ങളും കാര്യങ്ങൾ സാമ്പത്തികമാണെങ്കിലും അല്ലാതാണെങ്കിലും എല്ലാം ഒന്ന് വിശദമായിട്ട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2024 2023 പോലെ തന്നെ കടന്നു പോകുന്നു. ജോലിയിലായിരുന്നു. അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞ 12 മാസം ജോലി ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കോവിഡിന് ശേഷം നാട്ടിൽ പോകാൻ അവധിയെടുത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് ഞാനും വൈഫും കൂടെ നാട്ടിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോയിരുന്നു എങ്കിൽ പോലും ഇത്തവണ ഞങ്ങൾ ഒരു 3 ആഴ്ചത്തെ വെക്കേഷൻ എടുത്താണ് പോയത്. അതിന് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു ടൂർ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 വീക്സിൻ്റെ ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ അവിചാരിതമായി ആ ടൂർ ക്യാൻസൽ ആകുകയും ആ സമയത്ത് ഞങ്ങൾ അപ്രൂവ് ചെയ്ത് കിടന്ന ഞങ്ങൾ രണ്ടുപേരുടെയും ലീവ് ഞങ്ങൾക്ക് വീണ്ടും കിട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ആ ലീവ് പീരീഡ് ഞങ്ങളത് യൂസ് ചെയ്യുമായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇന്ത്യയിലോട്ട് കടന്നു പോവുകയും ഞങ്ങൾ കാണാതെ ഞങ്ങൾ വിട്ടുപോയ ചില സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കാണുകയും പഴയ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണുകയും ചെയ്യണം, അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 2024 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മിസ്സായിപ്പോയ പലരെയും കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. അതിൽ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടത് എൻ്റെ കൂടെ ഭോപ്പാലിൽ ജോലി ചെയ്ത 14 വർഷം എന്നോടൊപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു 10 വർഷത്തോളം എന്നോടൊപ്പം ഉണ്ടായിരുന്ന പുതുപ്പള്ളിക്കാരൻ ജോർജാണ്. ഞാൻ ഭോപ്പാലിൽ 1996 ഭോപ്പാൽ വിട്ടതിന് ശേഷം പിന്നീട് അവരെ ഒന്നും കണ്ടിരുന്നില്ല. അങ്ങനെ ജോർജിനെ കാണാനുള്ള സാഹചര്യം ഉണ്ടായി. പിന്നെ ഞാൻ ബോംബെയിലേക്ക് കടന്നു പോവുകയുണ്ടായി. ഞങ്ങൾ രണ്ടുപേരും ബോംബെ വെച്ച് എൻ്റെ പഴയ കമ്പനിയായ ഓട്ടീസിലെ 3-4 പേരെ കാണാനുള്ള സാഹചര്യം ഉണ്ടായി. പലരുമായിട്ട് സംസാരിക്കാനൊത്തു. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഒരിക്കലും കണ്ടുമുട്ടുകയില്ലെന്നുള്ള ഒരു സാഹചര്യത്തിലായി പോയതാണ് ഞങ്ങളെല്ലാവരും. കാരണം പലരും പല ദേശത്തായിരിക്കുന്നു. എങ്കിലും അതിനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നു. ആരോഗ്യപരമായി പറഞ്ഞാൽ 2023 പോലെ തന്നെ 2024 കടന്നുപോയെങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രധാനമായിട്ടുള്ളത് ഷുഗർ കൺട്രോൾ ലെവലിലാണ്. എൻ്റെ ശരീരം കുറച്ച് ക്ഷീണിക്കുന്നുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളിലും മെഡിക്കേഷനൊക്കെ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ഐ ആം ഫൈൻ. ഇനിയും പറഞ്ഞാൽ ഈ കണ്ടുമുട്ടിയ വ്യക്തികളിലെല്ലാം പ്രധാനമാണ് ഹ്യൂസ്റ്റൺ പ്രദേശത്ത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പല വ്യക്തികളും. അതിലേറ്റവും ആദ്യം ഞാൻ മടികൂടാതെ എനിക്ക് വേണ്ടി പല സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ച വ്യക്തികളിൽ ഒന്ന് ഷിബ നൈനാനാണ്. ഷിബ നൈനാൻ വളരെ ഇൻഡെപ്തായിട്ട് വളരെ കാഷ്വലായിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രോഗ്രാംസ് ഒന്നും ആ വീഡിയോസ് ഒന്നും അധികം റീച്ചിൽ എത്തിയിട്ടില്ല എങ്കിലും ഇറ്റ് is still there and someone is watching. അതുപോലെ ഒരു വ്യക്തിയാണ് പൊന്നുചേച്ചി. പൊന്നുചേച്ചിയുടെ വീഡിയോ ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തു. സാധാരണ വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഒരു സ്റ്റഡി ക്യാമറയിൽ എടുത്ത റെക്കോർഡിങ്ങുകൾ ആദ്യം അപ്ലോഡ് ചെയ്ത് തന്നെ യാതൊരു വ്യൂഷൽപ്പിൽ വലിയ മാറ്റമൊന്നുമില്ല. 20+, 50 അങ്ങനെയൊക്കെ പോവുകയായിരുന്നു.
എന്നാലും ഞാൻ ഹാൻഡ് ഹെൽഡായിട്ട് ചെയ്ത ഒരു വീഡിയോ, ഒത്തിരി ഷെയ്ക്കുള്ള വീഡിയോ ആണ്. ആ വീഡിയോ പറഞ്ഞാൽ വൈറലായി. ആറന്മുള പ്രദേശത്ത്, പൊരിച്ചേച്ചിയുടെ സ്വദേശമായ ആറന്മുള പ്രദേശത്ത് ചേച്ചിയെ ഇന്ന് കാണാത്ത, ആ വീഡിയോ കാണാത്ത ഒരു വ്യക്തിയില്ലെന്നാണ് ചേച്ചി പറയുന്നത്. അത്രയ്ക്ക് പോപ്പുലറായി. അതുപോലെ തന്നെ ചേച്ചിയെ പല രാജ്യത്തു നിന്നും, യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ വിളിച്ച ആൾക്കാര്, ഓ ചേച്ചി ഞാൻ ഈ ഫാമിലിയിലെയാണ്, അങ്ങനെയാണ്, ചേച്ചിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്. പൊന്നു ചേച്ചി വാട്സപ്പ് ഇല്ലാത്തത് കൊണ്ട് അവരുടെ വീട്ടിൽ ഫോൺ നമ്പർ വിളിക്കുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ പൊന്നു ചേച്ചിക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നുള്ളൂ. ചേച്ചിയോടെ ബീഹാറിൽ നഴ്സിംഗ് പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റുഡൻറ്റ്, അമേരിക്കയിലുള്ള ഡോക്ടറും റെസ്പോൺസ് ചെയ്തിരുന്നു. ഇതൊക്കെ ഒരു വലിയൊരു ഹ്യൂസ്റ്റൺ പ്രദേശത്ത് പലർക്കും പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ ഒരു വ്യക്തിയാണ് അന്നമ്മ ജോർജ്. പാമ്പാടി സ്വദേശിയായ അന്നമ്മ ജോർജ് 1962 പുഷ്പഗിരിയിൽ മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് പഠിക്കുകയും, അന്ന് മെഡിക്കൽ കോളേജ് അല്ല, സായിപ്പിൻ്റെ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിക്കുകയും അമേരിക്കയിലേക്ക് കടന്നു വരികയും, ആദ്യമായിട്ട് ഒരു ഏജ് 20-21 ഒറ്റയ്ക്ക്, മൊബൈൽ ഫോൺ ഇല്ലാത്ത സമയത്ത്, യൂബർ ഒന്നും ഇല്ലാത്ത സമയത്ത് ഗാൽവസ്റ്റണി വരികയും, ആ അനുഭവങ്ങൾ, അതും ഒരുപാട് പേര് കണ്ടു. അവരെയും ഒരുപാട് പേര് ദൂരങ്ങളിൽ നിന്നും വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ കിട്ടിയ റെസ്പോൺസ് വീണ്ടും വീണ്ടും ആൾക്കാരിലോട്ട് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കമ്മ കല്ലേലിൻ്റെ സ്റ്റോറി റിയലി പല രാജ്യത്തെ അനുഭവങ്ങൾ പറഞ്ഞു. എത്യോപ്യയിൽ പോയ കാര്യവും, സൗദി അറേബ്യയിലെ ജോലി കാര്യങ്ങളും, ഹ്യൂസ്റ്റണിലേതും, മെഡിക്കൽ കോളേജിൽ നിന്ന്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് നഴ്സിംഗ് പാസ്സായ കാര്യമൊക്കെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ അക്കമ്മ കല്ലേൽ പറഞ്ഞതനുസരിച്ചാണ് എനിക്ക് 2-3 ആൾക്കാരെ കൂടെ വീണ്ടും കിട്ടുകയുണ്ടായി. അതിലൊന്നാണ് സജി ഹെൽപ്പിംഗ് ഹാൻഡ് പോലുള്ള ഒരു റിലീഫ് സെൻറ്റർ നടത്തുന്ന ഒരു കൗൺസിലറാണ്. സജിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കവുങ്ങുംപ്രയാറി എന്നുള്ള ഒരു അന്നമ്മ സിസ്റ്റർ, അവരുടെ ഹസ്ബൻഡ് ദെഹ്റാന്നി സ്വദേശിയായ ഹസ്ബൻഡ്, അവരുടെ വീഡിയോയും വളരെ വളരെ വിലപ്പെട്ട അറിവുകൾ സമ്മാനിച്ചവരാണ്. ന്യൂയോർക്കിൽ ജോലി ചെയ്ത കാര്യവും ഹ്യൂസ്റ്റണിൽ റീലൊക്കേറ്റ് ചെയ്ത കാര്യമൊക്കെ. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കാലഘട്ടത്തിലും കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്ക് അവരുടേതായ ചില അനുഭവങ്ങളും കാര്യങ്ങളും നമ്മളുമായിട്ട് പങ്കുവെക്കാൻ, അല്ലെങ്കിൽ മനുഷ്യർക്ക് അറിയാനുള്ള, അല്ലെങ്കിൽ മനുഷ്യരോട് പറയേണ്ടതായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ഞാൻ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതും. ഞാൻ എഴുതാനുള്ള വശമില്ല, എഴുതിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് സാധിക്കുന്നത് ഒരു മൊബൈൽ ഹെൽഡ് ചെയ്ത് ഒരു റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിക്കാനാണ്. ഇതിനിടയ്ക്കാണ് ഞാൻ അറ്റ്ലാന്റയിൽ ഒരു കോൺഫറൻസിന് പോയത്. ആ കോൺഫറൻസ് വെച്ചാണ് മിസ് മേരി കുര്യനെ പരിചയപ്പെടുന്നത്. മിസ് മേരി കുര്യൻ്റെ വീഡിയോ ഓൾമോസ്റ്റ് കോട്ടയത്തെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അത്രയ്ക്ക്, കാരണം 1960s അമേരിക്കയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വന്നതാണ് മിസ് മേരി കുര്യൻ. ഒരു കാര്യം ഓർക്കണം, 1960s ജനിച്ച ഞാൻ, കറണ്ട് ഇല്ലാത്ത എൻ്റെ വീട്ടിൽ കറണ്ട് വന്നത് 76-ലാണ്. ചെരുപ്പിടാതെ നടന്ന കാലഘട്ടങ്ങളിലൊക്കെയാണ് ആ സമയത്തുണ്ടായിരുന്നത്. ചെരുപ്പിടാതെയും കറണ്ട് ഇല്ലാത്ത വീട്ടിലും ജീവിച്ച സമയത്ത് അമേരിക്കയിൽ അന്ന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. അവരുമായിട്ട് പങ്കുവെച്ച വിവരങ്ങൾ സത്യത്തിൽ കോട്ടയത്തു നിന്ന് അവരുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ എഴുതി. ഷി വാസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് ദോസ് ടൈം ഓൾസോ. അപ്പോൾ അവരുടെ അനുഭവം ആ കാലഘട്ടങ്ങളിൽ പോലും 60-കളിൽ 70-കളിൽ അമേരിക്ക പഠിക്കാൻ വരുന്ന ആൾക്കാരെ പറ്റി നമുക്കെല്ലാം ഒരു ചിന്താഗതി ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ സൊസൈറ്റിയിലുള്ളതാണ്, ഒരു 80% ആൾക്കാരും മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ്. സോ ഈദർ ദേ കുഡ് ബി nurse or a healthcare technician or someone like that. എന്നാൽ ആ കാലഘട്ടത്തിൽ എഞ്ചിനീയറിങ്ങിനും കമ്പ്യൂട്ടറിലും പഠിക്കാൻ വന്ന അനേകായിരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്.
ഞാൻ പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നെ പലരും കോണ്ടാക്ട് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഇതിൽ ഒരു വ്യക്തി 2 മാസം മുമ്പാണ് എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, സെന്നി സാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ഡ്രൈവ് ചെയ്തപ്പം ഹാൻഡ് ഹെൽഡായിട്ടായിരുന്നു ഞാൻ ആ ഫോൺ എടുത്തത്. എനിക്ക് വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല, എങ്കിലും ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ന്യൂയോർക്ക് നമ്പറായിരുന്നു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്നോട് പറയുന്നു, സാറിനെ ഞാൻ എത്ര നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്നു, എത്രയോ വർഷങ്ങളായി, എനിക്കറിയാം സാറിൻ്റെ പേര് ഇന്നതാണ്, ഞാൻ പലയിടത്തും പരതി, സോഷ്യൽ മീഡിയയിലും പലയിടത്തും. ഞാൻ ഇന്നാണ് കണ്ടുമുട്ടിയത്. സാറിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് നോക്കിയപ്പോൾ ഫോട്ടോ ഒക്കെ അതുപോലൊക്കെ മാച്ച് ചെയ്യുന്നുണ്ട്. പറഞ്ഞു വന്നത്, ഞാൻ 1981 പോളിടെക്നിക്ക് പാസ്സായി കഴിഞ്ഞപ്പോൾ ഒരു 1.5 ഇയർ ടൈമിൽ ഞാൻ പുളിങ്കുന്ന് ITIയിൽ പഠിപ്പിച്ചിരുന്നു. ഒരു സെൻറ്റ് ജോസഫ് ITI ആണെന്ന് തോന്നുന്നു, കാത്തലിക് മാനേജ്മെൻറ്റിൻ്റെ. അന്ന് ഞാൻ ഇലക്ട്രീഷ്യൻ ബാച്ചിൽ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ 1.5 വർഷത്തിന് ശേഷം ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോവുകയും പിന്നീട് യാതൊരു ബന്ധവും ആരുമായിട്ടും ഇല്ലായിരുന്നു, ആ കോളേജുമായിട്ടോ ഒന്നും. അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, നമ്മൾ പഠിപ്പിച്ചു പോയി എന്നുള്ളത്. എന്നാലും നമ്മൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹം ഇന്ന് പല സ്ഥലത്ത് ജോലി ചെയ്ത് അവസാനം അമേരിക്കയിൽ തന്നെ എത്തി. വളരെ നമ്മളൊക്കെ വിചാരിക്കുകയല്ലേ, 10ാം ക്ലാസ്സുകാരന് എന്ത് ജോലിയാ, SLC കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു +2 ITI കഴിഞ്ഞാൽ എന്താ ജോലി, അല്ലെങ്കിൽ ഒരു പ്രീ-ഡിഗ്രി കഴിഞ്ഞാൽ. എന്നാൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന മലയാളികൾ അല്ലെങ്കിൽ ആൾക്കാരുണ്ട്. അവർക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ ആ ബേസിക് എഡ്യൂക്കേഷൻ മാത്രം ഒരു കാര്യമല്ല. അവരുടെ അധ്വാനവും അവർക്കൊരു പ്രൊഫൈല് കിട്ടി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നാണ്. ആ ജോസഫ് മമ്പള്ളിൽ ചമ്പക്കുളങ്കായ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യം പറഞ്ഞ വാക്കുകളൊക്കെ, വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞ വാക്കുകളൊക്കെ എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചില്ല. എന്നാൽ പിന്നീട് അദ്ദേഹം വിളിച്ച കാര്യങ്ങൾ കുറച്ച് റെക്കോർഡ് ചെയ്തു. ജോസഫിന് അറിയത്തില്ലായിരിക്കും, ഞാൻ അത് ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. ഇനിയുള്ള ഒരു 2 മിനിറ്റ് ജോസഫിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. പ്ലീസ് ലിസൺ. അതൊക്കെ ശരി. ഞാൻ ആ ഫോട്ടോ നോക്കിയിട്ട് എനിക്ക് അത്രയും അങ്ങോട്ട് കിട്ടുന്നില്ല. എനിക്ക് അറിയാവുന്ന 3 or 4 ഓർമ്മയിലുള്ള കുട്ടികളെ ഇപ്പോൾ ഉള്ളൂ സത്യത്തിൽ. പിന്നെ പുളിങ്കുന്ന് 2 വർഷം ഞാൻ പഠിപ്പിച്ചതല്ലേ. ഞാൻ സെക്കൻഡ് ഇയർ ബാച്ചിനെയാണല്ലോ പഠിപ്പിച്ചതേ. അതെ. ഞങ്ങൾ അന്ന് പള്ളിമേടയിൽ അച്ഛൻ്റെ കൂടെ ആയിരുന്നു താമസമൊക്കെ. അതിൻ്റെ പുറകിൽ ആയിരുന്നു താമസമൊക്കെ. എവിടെ ആയിരുന്നു വീട്? സത്യത്തിൽ പുളിങ്കുന്നിലാണോ അതോ രാമഗിരി? ചമ്പക്കുളത്തു നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. നിങ്ങളൊരു ബോട്ടിനാണ് വന്നുകൊണ്ടിരുന്നത്, ചമ്പക്കുളം ബോട്ടിലാണ് വരുന്നത് അല്ലേ? ബോട്ടിലാണ് വന്നുകൊണ്ടിരുന്നത്. റൈറ്റ്. ഇതൊക്കെ എന്നെ ഓർക്കാൻ കാര്യം എങ്ങനെയാ, എന്നെ ഓർത്തിരിക്കാൻ കാര്യം 36 വർഷമായല്ലോ. സാറിനെ അന്ന് തൊട്ട് ഞാൻ തിരക്കുന്ന കാര്യം തന്നെയുണ്ടല്ലോ. പഠിപ്പിച്ച എല്ലാവരെയും കിട്ടി, സാറിനെ മാത്രം കിട്ടിയില്ല. ജോളി സാറ്, ശശികല സാറ്, ജോർജ് സാറ്. അങ്ങനെ ഞാൻ ജോർജ് സാറിനെ കണ്ടുപിടിച്ചിരുന്നു. ജോർജ് സാറിന് ജർമ്മനിക്ക് പോയതിനു ശേഷം പുള്ളി പാലക്കാടായി ബസ് സെറ്റിലായിരിക്കുന്നു. ഓക്കെ. എന്നാ കറുവച്ചാലി എന്നുള്ള ഒരു ജെയിംസ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ ജെയിംസിനെ ഞാൻ ഈയിടെ കണ്ടു. മീൻസ് ഞങ്ങൾ നാട്ടുകാരാണ് സത്യത്തിൽ. പക്ഷേ പുള്ളി MRF ജോലിയായിരുന്നു. ഞാൻ കുറേ വർഷങ്ങളെ പുറത്തായിരുന്നു. നാട്ടിൽ ചെല്ലുമ്പോഴൊന്നും ജെയിംസിനെ കാണാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഫേസ്ബുക്കൊക്കെ വന്ന് പിന്നെ ലൈനിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ കറുവച്ചാലി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീം അന്നുണ്ടായിരുന്നു, ഈ 80കളിൽ. ജോസഫ് ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നോ? ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഒരു 3-4 പേരുണ്ടായിരുന്നു. ഒന്നൊരു നീളമുള്ളൊരു മൂവാറ്റുപുഴ എന്നൊരു സെബാസ്റ്റ്യനോ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. കറക്റ്റ്. പുള്ളിയെ പറ്റി വിവരങ്ങൾ വല്ലതും ഉണ്ടോ? എന്റെ അടുത്ത് എല്ലാവരുടെയും നമ്പറുണ്ട്. വെരി ഗുഡ്. ജോർജ് മാത്യു എന്നായിരുന്നു. അതല്ലേ.
പിന്നെ ഒരു ജോസഫ് ഉണ്ടായിരുന്നു. അത് ഒരു ഇച്ചിരി വണ്ണം. നിങ്ങളെല്ലാവരും ഒന്നുകിൽ ജോസഫ്, തോമസ് ജോസഫ്, എല്ലാവരുടെയും ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം എല്ലാം കറക്റ്റ് ആയിരിക്കില്ല. കാരണം വലിയമാരുടെ പേരുകളെല്ലാം വരുമ്പോഴേ ടിപ്പിക്കലായിട്ടുള്ള പേരുകൾ വളരെ കുറവായിരുന്നു. അതെ അതെ സാറേ, എന്റെ പേര് ജോസഫ് ടി എന്നായിരുന്നു അന്ന് സ്കൂളിലെ അവിടുത്തെ പേര്. വിളിച്ചേ ഓക്കെ ജോസഫ് ടി. ഞാൻ ഒന്ന് രണ്ട് പേരെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ, അതിൽ ആരെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റുന്നു. ഒരു ജോഷി ഉണ്ടായിരുന്നു, കറക്റ്റ്. ജോഷിയും കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ജോഷിയായിരുന്നു തോന്നുന്നു, അല്ലേ? ഓർമ്മയുണ്ടോ ക്ലാസ്സിലെ? ആന്റണി. ഒരു ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള ഒരു ആന്റണി അല്ലേ? ഇച്ചിരി വണ്ണം ഒന്നുണ്ടായിരുന്നു. രണ്ട് ആന്റണിമാരുണ്ടായിരുന്നു. ഒരു മുട്ടാറിന്ന് വരുന്ന ഒരു മരിച്ചുപോയി. പുള്ളി മരിച്ചുപോയി. പിന്നെ ഒരു കണിച്ചേരി ഉണ്ടായിരുന്നു. പുള്ളി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പുള്ളി മെന്റൽ പ്രോബ്ലം. ശരി. ആ ബാച്ച് ഞാൻ മാർച്ച് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് റീയൂണിയൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. ഓക്കെ. അതിപ്പോ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ആയല്ലോ, അല്ലേ? ഐ.ടി. ആയിട്ട് തന്നെ ഉണ്ടോ? കഴിഞ്ഞ വർഷത്തെ ഫ്ലാഷ് ബാക്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ കണ്ടിന്യൂഷൻ. ജോസഫിന്റെ എഞ്ചിനീയറിംഗ് കോളേജ് അപ്പുറയാവും തുടങ്ങി, അല്ലേ? അതർ സൈഡിലാ, അല്ലേ? സാറേ, ഞാൻ IT കഴിഞ്ഞ ശേഷം കഴിഞ്ഞ വർഷം കണ്ടുമുട്ടിയ വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മാത്യു കുഴൽനാട്. കോയിപ്പള്ളി സാർ ഉണ്ടായിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സാറായി ഭംഗിയായി ചെയ്യുന്നു. ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. മോനെ അതുപോലെ തന്നെ പിന്നെ ജോസാനടി ഉണ്ടായിരുന്നു. ഒരു വെളുത്തിട്ട് ജോസാനടി പഠിപ്പിക്കുന്നുണ്ട്. ശരി. നിങ്ങളുടെ ബാച്ചിൽ പഠിച്ച കുട്ടിയാണോ ജോസാനെ? അല്ല, വേറെ ജോസാറല്ലേ? അവരുടെ ഞങ്ങളുടെ കൂടെ പഠിച്ച ജോസാനടി ആണല്ലേ? ആ ജോസാനയുടെ ഒരു സിസ്റ്റർ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ടായിരുന്നു. അല്ലേ? ഞാൻ കാരണം എൻ്റെ സിസ്റ്റർ ആ സമയത്ത് പുഷ്പഗിരി ജോലി ചെയ്യുന്നുണ്ടായിരുന്നേ. ഞാൻ അവരോടൊക്കെ ചോദിച്ചിരുന്നു, സാറേ ഈ ജോസാനടിക്ക് ഒന്നും സാറിനെ പറ്റി ഒരു വിവരമില്ല. ഞാൻ ലാസ്റ്റ് ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ മങ്കമ്പിലുള്ള ഒരു പയ്യനോട് ചോദിച്ചു, ജെയിംസ് സാർ എന്ന് പറയുന്ന ഒരു സാറിനെ കണ്ടുപിടിച്ചാൽ സാറിനെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ശരി. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും തന്നില്ല. ഞാൻ ഫേസ്ബുക്കിലും എല്ലായിടത്തും നോക്കിയിട്ട് സാറിന് എനിക്ക് കറക്റ്റ് സാറിന്റെ പേരറിയാം, സെന്നി പി ഉമ്മൻ. എക്സാക്ട്ലി. അതെ. ഞാൻ പറഞ്ഞില്ലേ സാറേ, പിന്നെ എനിക്ക് ലാസ്റ്റ് അന്ന് ഈ ഒരു കാര്യം പറഞ്ഞ പെട്ടെന്ന് സാറ് ഞങ്ങളെ കൊണ്ട് ഇവിടെ പോയത്, നിങ്ങളെ കൊണ്ട് മൂലമറ്റം കൊണ്ടുപോയി. മൂലമറ്റം പവർ ഹൗസ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ജോക്കാണ്. സാറ് ഞങ്ങള് തലേദിവസം വരണമെന്ന് സാറ് ഞങ്ങളോട് പറഞ്ഞു. ഞാന് ജോസ് സിബി ഞങ്ങള് ചമ്പക്കുളത്ത് നിന്ന് വരുന്നവര് പറഞ്ഞത് ഞങ്ങള് വെളുപ്പിനെ വന്നോളാന്ന് പറഞ്ഞു. എനിക്ക് പറഞ്ഞ ചമ്പക്കുളത്ത് വന്ന് 5 മണിക്ക് ആ ബോട്ട് പുറപ്പെടാൻ വേണ്ടി നോക്കിയപ്പോ ആ ബോട്ട് സ്റ്റാർട്ടായില്ല. ശരി. അന്നേരം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് നടന്ന് പുളുങ്കുന്നി വന്നപ്പം ഈ ടൂർ പോട്ടെ നിങ്ങളെല്ലാം അങ്ങ് പോയി. ശരി. എന്നിട്ട് വന്നില്ല, ജോയിൻ ചെയ്തില്ല. ഞങ്ങള് പിന്നെ സിമന്റ് ഫാക്ടറി വന്നു. ചിങ്ങവനത്തായിരുന്നല്ലോ സ്റ്റേ. അതെ. അന്ന് ആ രാത്രിയിൽ ഒരു വീട്ടിൽ താമസിച്ചു ചിങ്ങവനത്ത്. അതെ. അത് സാറേ നമുക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു ചിങ്ങവനത്ത് ആരെങ്കിലും പോയി അറിയാൻ പറ്റുമോ? അന്നേരം ആര് എവിടെ ഏത് വീട്? അതെ. ഒന്നും ഓർമ്മയില്ല. അതെ. ഇത്രയും അന്വേഷിക്കാനുള്ള വേറെ എന്തെങ്കിലും വിചാരമുണ്ടോ? ഈ റീയൂണിയന്റെ സമയത്തൊന്നും കണ്ടാൽ കൊള്ളാമെന്നുള്ളത് അതല്ലേ? റീയൂണിയന്റെ സമയത്ത് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു സാറ്. സാറിന്റെ എന്റെ മനസ്സിൽ സാറിനെ അത് പതിച്ചു വെച്ചിരുന്നു. സാറിന്റെ ഞാൻ ഫ്രഷ് ആയിരുന്നല്ലോ പോളിടെക്നിക്കിൽ പഠിച്ച് സാറ് ഫസ്റ്റ് ക്ലാസ്സിലില്ല. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ. അതെ. അബ്സല്യൂട്ട്ലി ഉണ്ടായിരുന്നു. പറഞ്ഞു സാറന്മാരോടെല്ലാം ചോദിച്ചു. ഒരു ജോളി സാറുണ്ട്, ജോളി സാറിനെ കണ്ടുപിടിച്ചു. അറിയാം. ജോളി സിവിൽ ആയിരുന്നു തോന്നുന്നല്ലേ? ജോളി സിവിൽ അല്ലായിരുന്നോ? സിവിലായിരുന്നു. കറക്റ്റ്. ഓക്കെ. ബാക്കിയുള്ളവരെല്ലാം മങ്കൊമ്പ്. ഒരു രമേശോ, ഒരു മങ്കൊമ്പുകാരനൊരു സാറുണ്ടായിരുന്നല്ലോ, ഒരു ഹിന്ദു വിജയൻ സാർ. അതെ. വർക്ക്ഷോപ്പിലൊക്കെ. ശരി. വളരെ സന്തോഷം. പറയൂ. എന്നിട്ട് IT കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു?
IT കഴിഞ്ഞിട്ട് ഞാൻ സാറേ ഇവിടെ ജയ്പൂരിന് പോയി. ജയ്പൂർ രാജസ്ഥാന്റെ ക്യാപിറ്റൽ അറിയാം പോയി. അവിടെ ഒരു സ്പിന്നിംഗ് മില്ലില് കയറാൻ വേണ്ടി പോയപ്പം അവര് ഇലക്ട്രീഷ്യന്മാരെ എടുക്കത്തില്ല, ഹെൽപ്പറായിട്ട് എടുക്കത്തുള്ളൂ. ഓക്കെ. അങ്ങനെ ഹെൽപ്പറായിട്ട് നിന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ അവിടുന്ന് പണി പഠിച്ചിട്ട് ഞാൻ അവിടുന്ന് ബോംബെക്ക് പോയി. ഓക്കെ, ഗുഡ്. എന്നിട്ട് അവിടുന്ന് ബോംബെ ഒരു ഇന്റർവ്യൂ വന്നപ്പോ ഞാൻ അവിടുന്ന് അരാംകോയ്ക്ക് ഇന്റർവ്യൂ. എന്നിട്ട് സൗദി അറാംകോയ് വന്നു. അരാംകോയ് വന്നു. ഏത് സ്ഥലത്തായിരുന്നു? ദമാമില്. ഓക്കെ. എത്ര വർഷം? 18 വർഷം. ഓക്കെ. അവിടുന്ന് പിന്നെ തിരിച്ചു വന്നു. അതിനുശേഷം ഒരു 2-3 വർഷം കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞു. കറക്റ്റ്. ഓക്കെ. വൈഫ് സ്റ്റാഫ് അവിടെ ആറന്നായിരുന്നോ ആ സമയത്ത്? നേഴ്സായിരുന്നോ? പുള്ളി വേറെ സ്ഥലത്തായിരുന്നു, ആൽബർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സൗദി തന്നെയുണ്ട്. വേറെ സ്ഥലത്തായിരുന്നു. ഓക്കെ. എന്നിട്ട് ആയിരുന്നു, ഞങ്ങൾ 2 സ്ഥലത്തായിരുന്നു. ഞാൻ പുള്ളിനെ മ്യൂച്വൽ ട്രാൻസ്ഫർ മേടിച്ച് പുള്ളിനെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഗുഡ്. ഓക്കെ. സൗദിയിലെ അറാംകോയിലെ നല്ല ജോലിയായിരുന്നു അല്ലേ സോഫാർ? അതെ, നല്ല ജോലിയായിരുന്നു. വെരി ഗുഡ്. എന്നിട്ട് ഞാൻ ട്രാൻസ്ഫർ മേടിച്ചിട്ട് ദമാമിന്ന് RR എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ജോർദാന്റെ ഒരു ബോർഡറിലോട്ട് പോയി. സബ് സ്റ്റേഷനിലോട്ട് പോയി. അവിടോട്ട് പോയി. അവിടെ ഒരു വലിയ പ്ലാന്റ് ഉണ്ട്. ഓക്കെ. അവിടെ പോയി ഞങ്ങള് ഫാമിലി ആയിട്ട് അവിടെ വെളിയിൽ കഴിഞ്ഞു. 2 മക്കളുണ്ടായി. കുട്ടികള്. ഞാൻ ഫോട്ടോ കണ്ടു ഇപ്പൊ. മൂത്ത മോളുടെ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആയിരുന്നു. ഓക്കെ. അത് മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു. റൈറ്റ്. അവക്കൊരു കുട്ടിയുണ്ട്. വെരി ഗുഡ്. അവളിവിടെ സേഫ്റ്റി എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. വെരി നൈസ്. ഇപ്പൊ എവിടെയാ? ന്യൂയോർക്കിൽ എവിടെയായിട്ടാ? ന്യൂയോർക്ക് സാർ വന്നിട്ടുണ്ടോ? പിന്നെ ന്യൂയോർക്കിൽ വന്നിട്ടുണ്ട്. അറിയാം, കുറച്ച് സ്ഥലങ്ങളൊക്കെ അറിയാം, വലിയ പരിചയമില്ല. യോങ്കേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2007 ഇവിടെ വന്നു സാറേ. 2007 പരീക്ഷ എഴുതി വന്നല്ലേ? CGFNS എഴുതി. വൈഫ് CGFNS ടോഫിൽ IELTS സാറിന് എഴുതി, സൗദി അറേബ്യയിൽ എഴുതി ഇങ്ങോട്ട് വന്നു 2007. ഇപ്പൊ 14 വർഷമായി. 14, 7, 24, 16 വർഷമായി. 16 വർഷം കഴിഞ്ഞു. പിന്നെ ഒരു മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരു മോള് റെസിഡൻസി ഡോക്ടർ അല്ലേ? റെസിഡൻസി ചെയ്തോണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞില്ല. 25 വയസ്സായി. ഓക്കെ. ജോസഫിന് എത്ര ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഉള്ളത്? ഞങ്ങൾ 8 പേരാ. ഞാനാണ് സാറേ മൂത്തത്. ഓക്കെ, കൂൾ. എന്നിട്ട് ബാക്കിയുള്ളവർ ആരെങ്കിലും ഇവിടെ വന്നോ? ഈ ഫാദറിനെ കൊണ്ടുവരുന്നു. മദർ 2010 മരിച്ചുപോയി. ഓക്കെ. ഫാദറിനോട് പുള്ളി ഇവിടെ നിൽക്കാനൊരു ഇഷ്ടമില്ല. നാട്ടിലെ കൃഷി നെൽകൃഷിയാ സാറേ. മനസ്സിലായി. ഓക്കെ. ഇപ്പം ബാക്കിയുള്ള 2 പേര്, ഒരാള് ഓസ്ട്രേലിയ, ഒരാളിൽ ലണ്ടനിലുണ്ട്. 2 പേര് സൗദി അറേബ്യക്ക് കൊണ്ട്. അവരെല്ലാം നാട്ടിൽ സെറ്റിൽ ആയിരുന്നു. വെരി ഗുഡ്. ഒരു പെങ്ങളെ ഉള്ളു, പുള്ളി നാട്ടിൽ സെറ്റില. ഓക്കെ. വളരെ സന്തോഷം. അവിടെ ഇവിടെ ആയിരുന്നു. ഇവിടെ എന്തോ നാട്ടിൽ വീട് വെച്ചിരിക്കുന്ന ചേർത്തല. ഓക്കെ. വൈഫിന്റെ വീട് എവിടെയാ? വൈക്കം. ഓക്കെ. അങ്ങനെയാണ് നമ്മുടെ. ഞങ്ങള് മാർച്ച് പോയിട്ടുണ്ടായിരുന്നു, 2 ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. അന്നേരപ്പോഴാണ് റീയൂണിയൻ നടത്തിയത്. അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് നൈറ്റിയെ പോകുന്നത്. വെരി നൈസ്. പോയിട്ടുള്ള സാറിനെ, ജോർജ് സാറിനെ എല്ലാവരെയും കണ്ടു. ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം പിന്നെ ശശികല സാറിനെ ഓർക്കുന്നുണ്ട്. ഒരു ശശികല കണ്ണാടിക്കാരൻ, ഒരു ശശികലയുണ്ട്. എന്നാ ഞാൻ വന്ന് പോയതിന് ശേഷമുള്ളതായിരിക്കും. പുള്ളി ഇവിടെ കുറച്ച് നാള് ഉണ്ടായിരുന്നു. പുള്ളി അന്ന് സൗദി അറേബ്യക്ക് പോയി. അവിടെ ആയിരുന്നു. സ്വന്തമായിട്ട് കമ്പനി ഒക്കെ ആയിരുന്നു. പുള്ളി ഇപ്പം തിരിച്ചു പോകുന്നെന്ന് പറയുന്നത് ട്രാൻഡർ സെറ്റിലായിരിക്കും. ശരി. സാറിനെ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. അല്ലേ, എങ്ങനെയാ കണ്ടുപിടിച്ചത്? അവസാനം എങ്ങനെ കണ്ടുപിടിച്ചത്? ഈ നമ്മുടെ ജെയിംസിന്റെ കയ്യിൽ നിന്ന് നമ്പർ കിട്ടിയാവല്ലോ? ആരുടെയും കിട്ടിയില്ല. ഞാൻ ഫേസ്ബുക്കിൽ നോക്കി. ഞാൻ ഫേസ്ബുക്കിലും എല്ലാം സാറിന് തപ്പാത്ത സ്ഥലം. ഓക്കെ. വളരെ അത് അത്ഭുതമായിരിക്കുന്നു. ഏതായാലും ഈ കഴിഞ്ഞ ഇന്ന് ഒരു മണിക്കൂറിന് മുന്നെയാണ് സാറിനെ കാണുന്നത്. സെന്നിപ്പിന്ന് ഞാൻ അടിച്ചു നോക്കിയപ്പോ ഇങ്ങനെ കണ്ടു. സാറിന്റെ പണ്ടത്തെ ആ ഷേപ്പ് ഒന്നും അല്ല. ഇത് തന്നെയാണോ സാർ? അതെ. അന്ന് ചെറുപ്പം, അന്നൊക്കെ മീശയൊക്കെ വരുന്ന സമയമാണല്ലേ. അന്നെന്ന് പറഞ്ഞാൽ സാറ് ഭയങ്കര കാണാൻ എന്തൊരു യോഗ്യനായിരുന്നു. അതെയോ? എന്റെ അമ്മോ, ഭയങ്കര ഗ്ലാമറിലായിരുന്നു. ഇപ്പം ഇത്തിരി പ്രായമായതിന്റെ. ഇല്ല ജോസഫ്, എന്നാ ആള് മാറിപ്പോയോന്ന് എനിക്കൊരു സംശയം. ഇല്ല, ആള് മാറിപ്പോ സാറേ.
പഠിപ്പിച്ച ആളാന്ന് എനിക്ക് അറിയാം. വേൾഡിൽ ഞാൻ ഒരാളെ ഉള്ളായിരിക്കും ആ പേരിലേ. കാരണം ഒരാൾ സെനി എന്നുള്ള പേര് പലർക്കും ഉണ്ട്. കാരണം എനിക്കൊരു എൽഡർ ബ്രദറുണ്ട്, സണ്ണി. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെല്ലാം സണ്ണി ഡബിളുണ്ട്, റെന്നി ഡബിളുണ്ട്, ബെന്നി ഡബിളുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ഇതുപോലെ ഒരു 8 സിസ്റ്റേഴ്സിൻ്റെ ഞാനൊരു യങ്ങസ്റ്റ് ബോയ് വളർന്നപ്പം അമ്മയ്ക്ക് ആ പേരുകൾ റിപ്പീറ്റ് വരാതിരിക്കാൻ വേണ്ടി എന്നാൽ അതുപോലെ അടുപ്പിച്ച് കിട്ടത്തക്ക രീതിയിൽ ഇട്ടതാണ് സെന്നി എന്നുള്ളത്. യുലോ അത് എനിക്കും അതൊരു വലിയൊരു നാണക്കേട് പേരായിരുന്നു ഒന്ന് വളർന്നു വന്നപ്പോഴേ. സാറേ ഞാൻ ഈ ക്ലാസ്സിൽ പഠിച്ച എല്ലാവരോടും ഞാൻ പറയും ഈ സെന്നി ഉമ്മെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. ചിലപ്പോൾ അവര് പറയാം ഇത്ര നിനക്കറിയാമെങ്കിൽ പിന്നെ ആ പുള്ളിയുടെ വീട്ടിൽ വരുമ്പോൾ എന്നോട് പറയാൻ പറയും. വാ ജോസഫ്, യു ആർ അമേസിങ് പേഴ്സൺ, റൈറ്റ്? ഓക്കെ. എന്നിട്ട് വൈഫിനോട് പറഞ്ഞോ ഞാൻ എൻ്റെ സാറിനെ കണ്ടുപിടിച്ചതൊക്കെ? ഇല്ല, ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ടില്ല സാറേ. ഞാൻ ഈയിടയിൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പോലെ ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ പുളിങ്കുന്ന് ജീവിതത്തെപ്പറ്റി ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. ഞാനൊരു ലിങ്ക് അയച്ചു തരാവേ. ഞാൻ വിട്ടേക്കാം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ. പിന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ ടൂറിന് പോയ കാര്യം ഞാനൊന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരെ ഒന്നും ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നേ. ഞാനൊരു എൻ്റെ ഒരു ക്ലാസ് അതെ അന്ന് രാത്രി ഒരു ഹാഫ് ബോട്ടിൽ എവിടുന്നൊക്കെ ഒരു ഹാഫ് ബോട്ടിൽ ആരോ എവിടുന്നൊക്കെ മേടിച്ചല്ലോ അതായിരുന്നു. ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആയിരിക്കും. പിന്നെ അന്ന് ഞാനൊരു മൂലമറ്റത്ത് ഒരു അച്ഛൻ്റെ പള്ളിമേടയിൽ പോയാൽ നമുക്ക് പാസ് മേടിച്ചതൊക്കെ. അച്ഛനാണ് നമുക്ക് വേണ്ടി പാസ് എല്ലാം ഉണ്ടാക്കി തന്നത്. ഞങ്ങൾ അതെ എനിവേ ജോസഫ് ചിക്കോലത്തായിരുന്നു. അതെ ചിക്കോലത്ത്. അതെ അതൊരു 2 മുറി വീട് ഓടിട്ട ഒരു വീടായിരുന്നു. ഒരു അടുക്കളയിൽ വെഞ്ചൊക്കെ ഇട്ടാണ് നമ്മൾ ഇരുന്നത് കിടന്നതൊക്കെ. ആ കാലത്തെ ഒരു വീടെന്നുള്ള. അതെ ഞാൻ മല്ലപ്പള്ളി. എൻ്റെ വീട് കറുകച്ചാലാണല്ലോ. കറുകച്ചാലിനടുത്ത് മല്ലപ്പള്ളിയിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. മക്കൾ 2 പേര്, ഒരു മോനും മോളും. ഞാനിന്ന് ജോസഫിനോട് അധികം പറഞ്ഞില്ലല്ലോ. ഞാൻ അന്ന് ITI വിട്ട് കഴിഞ്ഞുകൊണ്ട് ഞാനും നോർത്ത് ഇന്ത്യയിൽ പോയായിരുന്നേ. ഞാൻ ഭോപ്പാലിലായിരുന്നു. ഞാൻ അവിടെ ഈ ഓട്ടീസ് എലിവേറ്റർ കമ്പനിയിൽ ഞാൻ ചെന്ന് ഒരു 30-ആം പക്കം എനിക്കൊരു ജോലി കിട്ടിയായിരുന്നു. ഞാൻ കണ്ടു സാറിന്റെ പ്രൊഫൈലിൽ. അതെ അപ്പോൾ എനിക്ക് ജോലി കിട്ടി. അവർ 2 വർഷത്തെ ട്രെയിനിങ് തന്നു. ഞാൻ അവിടുത്തെ റെസിഡൻറ്റ് എഞ്ചിനീയറായിട്ട് 14 വർഷം ജോലി ചെയ്തു മധ്യപ്രദേശിൽ. അന്ന് ഛത്തീസ്ഗഡ് ഇല്ല. ഹോൾ മധ്യപ്രദേശ് എൻ്റെ അണ്ടറിലായിരുന്നു. ലിഫ്റ്റ്, ഹൈ ടവർ ഉള്ളിടത്ത് എല്ലാ സിമെൻറ്റ് പ്ലാന്റ്, ഇൻഡസ്ട്രി, പിന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, സെക്രട്ടേറിയറ്റ് ബിൽഡിങ്, മെഡിക്കൽ കോളേജ് എല്ലാം നമുക്കറിയാമല്ലോ. ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഭോപ്പാൽ ക്യാപിറ്റൽ, സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങും എല്ലാം എൻ്റെ അണ്ടറിലായിരുന്നു. പക്ഷേ മൈ ഗോഡ്, ഞാൻ വളരെ പുവറായിരുന്നു. നിങ്ങൾക്കൊക്കെ അത് തോന്നുന്നതാണ്. സാറ് പിന്നെ ജോർജ് സാറ് സ്വിറ്റ്സർലൻഡിൽ പോയ ഇവിടെ ജർമ്മനിക്ക് പോയ സാറ്. ശരി. ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു സാറേ റീയൂണിയൻ ഉണ്ട്, സാറ് വരണോന്ന് പറഞ്ഞു. അത് ശരി. 2 ദിവസം കൂടി. അന്ന് പുള്ളി പറഞ്ഞു ജോസഫ് ഞാൻ വന്നോളാന്ന് പറഞ്ഞു. ട്രെയിൻ കയറി പുള്ളി പാലക്കാട് നിന്ന് ചങ്ങനാശ്ശേരി വന്നു. അത് ശരി. നമ്മുടെ കൂടെ പഠിച്ച ഒരു തോമസ് ചാക്കോ എന്ന് പറഞ്ഞവന്റെ വീട്ടിൽ വെച്ച് കൂടി. അന്നേരം ഞാൻ വെളി വെച്ച് കൂടാന്ന് ഞാൻ പറഞ്ഞു. അന്നേരം ഹോട്ടലിലോട് അന്നേരം പറഞ്ഞില്ല നമുക്ക് ഇവിടെ വീട്ടിൽ കൂടാന്ന് പറഞ്ഞു. അവർ വീട്ടിൽ ആരും ഇല്ല, മക്കളെല്ലാം വെളിയിലാണ്, ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിൽ കൊണ്ടുപോയി. ഞങ്ങൾ വെളിയിൽ ഫുഡ് മേടിച്ചു, ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു. അങ്ങനെ വന്നിട്ട് ഞാൻ അവിടെ 14 വർഷം കഴിഞ്ഞപ്പം മക്കളൊക്കെ 2 പേരും അവിടെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് ഇനി കുറച്ച് നാൾ ഈ ഭോപ്പാൽ ഒരു ഔട്ട് ഓഫ് ഇതാണല്ലോ. ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരും അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ബോംബെ വന്നിട്ടല്ലേ പോകുന്നത്. അപ്പം നമ്മളൊരു ഔട്ട് ഓഫ് വേയിലായപ്പം പറഞ്ഞു നമുക്ക് ഒന്നുകിൽ സൗത്തിലോട്ട് ട്രാൻസ്ഫർ മേടിക്കണം, അല്ലെങ്കിൽ ഗൾഫിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് സൗത്തിലോട്ട്. അപ്പം ഞാൻ വെസ്റ്റേൺ റീജിയൻ ബോംബെയുടെ അണ്ടറിലാണ്. അവർ മദ്രാസിലോട്ട് തരത്തില്ല. അപ്പം പിന്നെ ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് അങ്ങനെ ഞാൻ അബുദാബിയിലായിരുന്നു ഒരു 10-13 വർഷം. അബുദാബിയിലെ ഓട്ടീസിൽ തന്നെയായിരുന്നു.
അവിടെ വെച്ച് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാനൊരു ഹൈറ്റിൽ നിന്ന് വീഴുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് അന്ന് മുതൽ ഞാനൊരു ലൈൻ മാറി. പക്ഷേ എന്നെ കമ്പനിയിൽ തന്നെ ജോലിയായിരുന്നു. ഞാൻ ക്യാഡിലോട്ട് പോയി, ഓട്ടോ ക്യാഡിലേ, എലിവേറ്റേഴ്സിൻ്റെ അതിൽ തന്നെ. അങ്ങനെ വന്ന് ഞാൻ ബുർജ് ദുബായിയുടെ വർക്കിലൊക്കെ ഞാനുണ്ടായിരുന്നു, ഡിസൈൻ ടീമിലെ. ബുർജിലെ ഓർഡർ ഞങ്ങൾക്കായിരുന്നു, ഓട്ടീസിനായിരുന്നു. അങ്ങനെ അവിടുന്ന് എൻ്റെ പെങ്ങൾ എന്നെ ഫയൽ ചെയ്തിരുന്നു. ഫയൽ ചെയ്തു. അങ്ങനെ പെങ്ങൾ ഫയൽ ചെയ്തപ്പോൾ അതൊരു 10-15 വർഷം എടുക്കുമല്ലോ നമ്മൾ വരാനേ. അതെ അതെ. അപ്പോൾ അവിടെ അങ്ങനെ അബുദാബി വെച്ച് എൻ്റെ ഇത് വന്നു, ഈ ഞങ്ങളല്ലേ ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ വന്നു. അങ്ങനെ അബുദാബിയിൽ നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഫിലാഡൽഫിയ. എൻ്റെ പെങ്ങൾ ഫിലാഡൽഫിയയിലാണുള്ളത്. ആ പെങ്ങളാണ് ഫയൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ന്യൂയോർക്കിൽ വന്നിട്ട് ഫിലാഡൽഫിയയിൽ അവൾ വന്നു. ഞങ്ങളവിടെ പോയി. അവിടെ വന്നപ്പോൾ എനിക്ക് ഇതേ OTC തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഉടനെ തന്നെ. അത് ഞങ്ങളുടെ ഒരു ഹെഡ് ക്വാർട്ടർ ഇവിടെ ബ്ലൂമിങ്ടൺ എന്ന് പറഞ്ഞ ഇൻഡ്യാന സ്റ്റേറ്റിലായിരുന്നേ. അവിടെ പക്ഷേ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ഫൈനലാകുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കൺസൾട്ടൻ്റ്, ഈ ബുർജ് ദുബായിയുടെയൊക്കെ കൺസൾട്ടൻസ് ഉണ്ട്, എലിവേറ്റർ കൺസൾട്ടൻസി, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ്റെ. അദ്ദേഹം, ഞാൻ ബുർജ് വർക്ക് ചെയ്തതുകൊണ്ട് എന്നെ അദ്ദേഹം നേരിട്ടെടുത്തു. അപ്പോൾ അവർ ഹ്യൂസ്റ്റണിലായിരുന്നു അവരുടെ ഓഫീസേ. അങ്ങനെ എന്നെ ഹ്യൂസ്റ്റണിൽ റീലൊക്കേറ്റ് ചെയ്തു. ഞാനും വൈഫിനും ആ ഓഫീസിൽ തന്നെ ജോലി കിട്ടി. അങ്ങനെ ഞങ്ങളിവിടെ ഇപ്പം 10-14 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ആക്സിഡന്റ് കൊണ്ട് എനിക്കൊരു ഒത്തിരി സന്തോഷമുണ്ട്. സാറ് നാട്ടിൽ വരുമ്പോഴും, എന്റെ വീട് ചേർത്തലയിലാണ്, വീട് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ജസ്റ്റ് പോയി താമസിക്കും എന്നത് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ജോസഫ്, എന്നെ ഒന്ന് ഓർത്തതിലും. 10-35 വർഷം മുമ്പ് പഠിപ്പിച്ചവരെയൊക്കെ ഓർക്കാൻ. ഞാൻ ഈവൻ പോളിടെക്നിക്ക് ഞങ്ങളെ പഠിപ്പിച്ച 1-2 സാറന്മാരല്ല 3 പേരും മാക്സിമം പറയത്തുള്ളൂ. ഇത്രയും ഓർത്തിരുന്നതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, സാറ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാറന്മാരും കിട്ടിയിട്ടുണ്ട്. അതുപോലെ IJ പഠിച്ച ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ച 80-82 അതെ 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 അതിന് മുന്നേ പഠിച്ചവരുടെ അവർക്ക് അങ്ങോട്ടും കൊണ്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസം ഞാൻ വേറൊരു കൂട്ടുകാരനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ റീയൂണിയൻ ഒന്നും വെക്കാതെ? എന്നിട്ട് പറഞ്ഞ റീയൂണിയൻ കളിക്കാനായിട്ട് ആരാ എവിടാന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്റെ കുറച്ച് നമ്പറുണ്ട്, ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് അതിപ്പോ അവര് പറഞ്ഞ് ഒന്ന് അഡ്മിൻ ആകാമോ എന്ന് ചോദിച്ചു ഇതിന്റെ. ഞാൻ പറഞ്ഞു അങ്ങനെ ഇവരുടെ എല്ലാം കൂടെ നമ്പർ ഇത് എടുത്തു, എല്ലാവരെയും കണക്ട് ചെയ്തു. അവര് റീയൂണിയൻ ഇപ്പം വെച്ചെന്നാ പറഞ്ഞേ. ഓ നൈസ്, സോ നൈസ്. യുനോ അതെ അതെ, ആ ഒരു ലൈഫ്. ഞാൻ ആ പോളിടെക്നിക്കിൽ നിന്ന് ജസ്റ്റ് പാസ്സാകുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ ഇതിനു വേണ്ടി വന്നതായിരുന്നല്ലോ, എന്നെ ജെയിംസ് വിളിച്ചുകൊണ്ട് വന്നതേ. പക്ഷേ എനിക്കും അത് ലൈഫ് ഇഷ്ടമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും തരാം, തീർച്ചയായിട്ടും ഇപ്പം തന്നെ തന്നേക്കാം. സാറ് കോട്ടയത്തുണ്ട്, MRF-ലായിരുന്നു ജോലി. സാർ ITയിൽ ഞങ്ങൾ ഒരു ഇഷ്യൂ ബേസ്ഡിലാണല്ലോ അവിടെ നിന്ന് അങ്ങ് പോയതേ. ഇഷ്യൂ ബേസ് എന്ന് പറഞ്ഞാൽ അന്ന് ശ്രാമിക ലക്ചർ ആയിരുന്നു.